വേഷം നാടൻ പിളകിയാണ് സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്ന ഉടനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ പോയി ചോറെടുത്ത് കഴിച്ചു. അപ്പോൾ ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി. പിന്നെ ഇച്ചിരി നേരമൊക്കെ ഇരുന്നിട്ട് ഒന്ന് പേപ്പർ വായിക്കാമെന്ന് വെച്ച് രാവിലെ ആണെങ്കിൽ ജസ്റ്റ് ഹെഡ്ലൈൻസ് ഒന്ന് നോക്കുകയുള്ളൂ. ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ടാണ് വിശാലമായിട്ടുള്ള വായന. പേപ്പർ എടുത്ത് നോക്കിയപ്പോഴേ ആദ്യമേ ഈ കൊലപാതകവും ഇങ്ങനെയുള്ള നെഗറ്റീവ് ന്യൂസ് അല്ലാതെ എല്ലാ പേജിലും കാണും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ വാർത്തകൾ. എന്നാൽ അത് വായിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതായിരിക്കും വായിക്കുക. എന്ത് ചെയ്യരുത് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ചെയ്യാൻ പാടില്ല, അത് തന്നെയായിരിക്കും ആദ്യം ചെയ്യുന്നത്. അതാ മനോരമ പേപ്പറിലാണെങ്കിൽ വളരെ വിശദമായിട്ട് ആ ഒരു വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ കാര്യം നല്ലതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേണ്ടാന്ന് വെച്ചു, എന്നിട്ടും വായിച്ചു കേട്ടോ. പിന്നെ നേരെ പുറത്തിറങ്ങി ഇച്ചിരി നടക്കാമെന്ന് വെച്ചു. നടന്നിട്ടൊന്നും ഒരു രക്ഷയില്ല, നല്ല ചൂടാണേ. നോക്കിയപ്പോൾ ബബ്ലു ഒരു ടെൻഷനും ഇല്ലാതെ കിടക്കുന്നു. അവനൊന്നും അറിയണ്ട, അവന് കൃത്യസമയത്ത് ഫുഡ് കിട്ടുന്നുണ്ട്, അവന് വെള്ളം, അവന് ഉറക്കം, അവനൊന്നും അറിയണ്ട. പിന്നെ വീണ്ടും ഫോൺ എടുത്ത് നോക്കിയപ്പം അഫാൻ്റെ ഫാദർ വന്ന ആ ന്യൂസ്. അപ്പോൾ അത് വളരെ അറിയാമല്ലോ, അത് ഭയങ്കര സങ്കടകരമായ ഒരവസ്ഥ തന്നെയാണ്. ഒരു അച്ഛനെ സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ അത് കണ്ടിട്ട് നേരെ പോയാൽ കിടന്നു. എന്നെയും ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ എന്തെങ്കിലും മൈൻഡ് ഒന്ന് ചേഞ്ച് ആകണ്ടേ. അപ്പോൾ കണ്ടൊരു വീഡിയോ ആയി ഇത്. తప్పుకొట్టుని తప్పుకొట్టే పాపం తిన్నా తప్పుకొట్టే తప్పుకొట్టుని తప్పుకొట్టే పాపం తిన్నా తప్పుకొట్టే తప్పుకొట్టుని తప్పుకొట్టే പാപം തിന്നാൻ തപ്പുകൊട്ടെ തപ്പുകൊട്ടുണ്ണി തപ്പുകൊട്ടെ. അടുത്തത് വേറൊരു തലവേദന കേസാണ്. ഇത് നമ്മൾ മിക്കവാറും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു സംഭവം. മോളിൽ കാണുന്നതാണ് ബജാജ് സെർവ് എന്നുള്ളത്. എന്റെ പൊന്നു മക്കളെ, ജനങ്ങളോട്, നിങ്ങൾ ദൈവത്തീർത്ത് ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ എവിടുന്ന് വേണേലും എടുത്തോ. ഈ ബജാജ് ഫിൻസർവിന്ന് മാത്രം എടുക്കല്ല. കാരണം 26,000 രൂപയ്ക്ക് ഞാനിപ്പോ ഏകദേശം 35,000 40,000 രൂപ ബൗൺസ് ആണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ മാസം ഞാനത് എങ്ങനെയൊന്നും അടച്ചു തീർത്തിട്ടും ഓരോ മാസം 295 രൂപ വെച്ചിട്ട് അവർ ചെക്ക് പ്രൊസീഡ് ചെയ്ത് പിടിച്ചോണ്ടിരിക്കുകയാണ്. അതിന്റെ ECR മാൻഡേറ്റ് ക്ലോഷർ തരാൻ പറയുമ്പം ഈ ബജാജ് ഫിൻസർവുകാർ തരുന്നതുമില്ല. ബാങ്ക് ചോദിക്കുമ്പോൾ ബാങ്കുകാർ പറയുന്നത് ഇവരെടുക്കുന്നതാണ്, ഇവരോട് ചോദിക്കുമ്പോൾ പറയുന്നത് ബാങ്കുകാർ എടുക്കുന്നതാണ്. ബാങ്ക് എന്ന് പറയുന്നത് SBI ആണ്. SBIക്ക് ഓൾറെഡി ഏകദേശം ഒരുപാട് പൈസ പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ ബജാജ് ഫിൻസർവുകാര് ചെക്ക് പ്രൊസീഡ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് അവിടുന്ന് പൈസ പിടിക്കുന്നത്. അപ്പം ഈ പൈസ അല്ലെങ്കിൽ ഈ അന്യായം ഇനി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ലോൺ എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ബജാജ് ഫിൻസർവിന് നിങ്ങൾ ലോൺ എടുക്കരുത്. കാരണം എന്ത് തന്നെ ആയാലും, കാരണം അറക്കുന്ന ആൾക്കാരാണ് അതിന്റെ. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ, ഈ ബജാജിൽ നിന്ന് പേഴ്സണൽ ലോൺ എടുക്കുന്നത്. അപ്പം അത് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട അവസ്ഥ വരും. പിന്നെ ഇത് കണ്ടപ്പോഴേക്കും ഞാൻ കുറേ ചിരിച്ചു കേട്ടോ. നിങ്ങൾ ചന്ദ്രനങ്ങളെ രാമായണക്കാതെ രാമായണക്കാതെ